ടെസ്റ്റ് കേസ് ഒരുപാടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ടെസ്റ്റ് കേസ് ഒരുപാടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ആ പഠനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് കുറച്ചുകൂടി ഒരു എക്സ്പെക്ടേഷൻ ഉള്ള സ്ഥലം. പക്ഷെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടമാണ്. കൊല്ലം രണ്ട് ജില്ലകളിൽ CPM-ന് ഏറ്റ തിരിച്ചടി. അത് വളരെ വളരെ എങ്ങനെ പഠിക്കും, എന്ത് പരിശോധിക്കും എന്നുള്ളതാണ് ഈ പറയുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വോട്ടൊഴുകിപ്പോയ ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് ഒന്നും പറയാനില്ലാത്ത സാഹചര്യം തന്നെയാണ്. കൊല്ലത്തെ കണക്കുകൾ നോക്കുമ്പോൾ അല്പം ആശ്വാസം LDF-ന് കണക്കുകളിൽ കാണുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉള്ള സ്ഥിതി ഇപ്പോഴുമായി തട്ടിക്കുമ്പോഴാണ് അവിടുത്തെ തോൽവിയുടെ ആഘാതം എത്ര വലുതാണ് എന്ന് ബോധ്യമാകുക. പഞ്ചായത്ത് വാർഡുകളിൽ 490 വാർഡുകളിൽ LDF ഇതുവരെ വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. 447 എടുത്ത് തൊട്ട് പകുതി, 447 തൊട്ടടുത്തുണ്ട്. ഒരേ ഡീറ്റിലേക്ക് തന്നെയാണ്. 447 എടുത്ത് UDF വിജയിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ എടുത്താൽ LDF 96, UDF 65 ജില്ലാ പഞ്ചായത്ത് 17-10. അങ്ങനെ എല്ലായിടത്തും വലിയ പെർഫോമൻസ് UDF-ന് കൊല്ലത്തും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കോർപ്പറേഷനിൽ UDF ചരിത്രത്തിലാദ്യമായി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 22-15, NDA 10 എന്നാണ് കൊല്ലത്തെ ഇപ്പോഴത്തെ കണക്ക്. കൊട്ടാരക്കര, പരവൂർ, പുനലൂർ എന്നിവിടങ്ങളിൽ LDF, കൊല്ലം കോർപ്പറേഷൻ UDF, കരുനാഗപ്പള്ളിയിൽ UDF എന്നുള്ളതാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ അവകാശപ്പെട്ടത് BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സ്ഥിതി തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആത്മവിശ്വാസത്തിൽ നിന്ന് അവർക്ക് നിയമസഭയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. തൃശ്ശൂരിൽ 155 ഒടുവിൽ വരുന്ന BJPയുടെ ഡിജിറ്റ്. പഞ്ചായത്തുകളിൽ 155, മുനിസിപ്പാലിറ്റിയിൽ 36. പക്ഷേ കോർപ്പറേഷനിൽ BJP പ്രതീക്ഷിച്ച പെർഫോമൻസ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല. പാലക്കാട് പഞ്ചായത്ത് വാർഡുകളിൽ 146 മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 52 BJP വിജയിച്ചു. അങ്ങനെ ഓരോ ജില്ലയിലെയും ഫൈനൽ കണക്കുകളിലേക്ക് എത്തുകയാണ്. NDA 25, LDF 8, UDF 17 എന്നുള്ളതാണ്. VK ശ്രീകണ്ഠൻ നേരത്തെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അത് പക്ഷേ CPM കൂടെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ വേണമെങ്കിൽ CPM-ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ശരി, BJP ഭരിക്കട്ടെ, ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കാർ രണ്ടായി നിൽക്കാം. ആ തീരുമാനം CPM എടുക്കുകയാണെങ്കിൽ അതിന്റെ രാഷ്ട്രീയ തിരിച്ചടിയും ഏൽക്കട്ടെ. അല്ല, അങ്ങനെ ഒരു എന്തായിരിക്കും, ആരെയായിരിക്കും ഈ മുനിസിപ്പൽ ചെയർപേഴ്സണായി വെക്കുക തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം അക്കാര്യത്തിലൊരു സമവായം അവിടെ ഉണ്ടായാൽ BJP-യെ ഭരണത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു സംവിധാനം ഒരു പക്ഷേ അവിടെ ഉണ്ടാകാം. പക്ഷേ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഒന്നാം വരുന്ന കക്ഷിയാണ്, അതായത് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ഒന്നാമത് വരുന്ന കക്ഷി ഭരിക്കുക എന്നുള്ളതാണ് ഒരു ട്രഡീഷൻ. അപ്പൊ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 17 അല്ലേ, UDF 17, LDF 8, NDA 25. 3 സ്വതന്ത്രരുണ്ട്. അവരുടെ തീരുമാനങ്ങൾ കൂടി നിർണായകമായിരിക്കും. അതിൽ ഒരു സ്വതന്ത്രൻ UDF-ന്റേതാണ്. അത് കൂടെ നിർത്തുമെന്ന് VK ശ്രീകണ്ഠൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. 17, 8, 25 അതാണ് ഇപ്പോഴത്തെ പാലക്കാട് നഗരസഭയിലെ താരി. 25 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു. UDF 17, LDF 8, മറ്റുള്ളവർ 3 എന്താണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇപ്പോഴത്തെ ചിത്രം. ഓക്കെ, എറണാകുളത്ത് മുനിസിപ്പാലിറ്റി നോക്കുകയാണ് എങ്കിൽ എല്ലായിടത്തും 13-ൽ 12 UDF-ന്റെ തിളക്കമുള്ള വിജയം മാത്രമാണ് കാണാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറയിൽ NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് ഭരണവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മുനിസിപ്പാലിറ്റി പോലും LDF-ന്റെ ഭരണത്തിൽ ഇനി ഇല്ല. മുനിസിപ്പാലിറ്റിയിൽ പോലും LDF ഭരണമില്ല. എറണാകുളത്തെ UDF-ന്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ആ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന പഞ്ചായത്തുകൾ മാത്രമാണ് LDF-ന് ഉള്ളത് എന്നുള്ളത് കാണണം. അതിൽ തന്നെ നോക്കൂ, UDF-ന്റെ ഒരു വലിയ വിജയമാണ് എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത്. 82 പഞ്ചായത്തിൽ വെറും 7 ഇടത്താണ് LDF വിജയിച്ചിരിക്കുന്നത്. അയ്യമ്പുഴ, എടവനക്കാട്, പെട്ടെന്ന് പറയാൻ പറ്റും, കുളംതുരുത്തി, പള്ളിപ്പുറം, താഴെ 2 പഞ്ചായത്ത്, ഉദയംപേരൂരില്ല, വടക്കേക്കരയും വടവുകോട് പുത്തൻകുരിശും 7 പഞ്ചായത്ത്. 7 പഞ്ചായത്ത് ജില്ലയിൽ LDF ആകെ വിജയിച്ചിരിക്കുന്നത് 7 പഞ്ചായത്തുകളിൽ മാത്രം. ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ല. എറണാകുളം ജില്ല എന്ന് പറയുന്നത് ആലുവ മുനിസിപ്പാലിറ്റിയിലെ എണ്ണുവാണെങ്കിൽ എളുപ്പമാണ്. 2 ഇടത്തേ ഉള്ളൂ. അത് ദേശംകടവും മണപ്പുറവും. ഈ 2 ഇടത്ത് മാത്രമേ LDF-നുള്ളൂ. പെട്ടെന്ന് എണ്ണി തീർക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. NDA-ക്ക് 4 ഉണ്ട്. അല്ല, നോക്കൂ, UDF-നെ സംബന്ധിച്ചുള്ള വിജയം എന്നുള്ളതിനപ്പുറത്ത് LDF-ന്റെ പരാജയം. എറണാകുളം എന്ന് പറഞ്ഞ കേരളത്തിലെ വ്യവസായ നഗരം, ആ എറണാകുളം ജില്ലയിൽ മൊത്തം തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്താൽ കോർപ്പറേഷൻ ഇല്ല, ഒറ്റ മുനിസിപ്പാലിറ്റി ഇല്ല. 82-ൽ ആകെ 7 പഞ്ചായത്താണ് LDF-നുള്ളത്. ഇതിൽ കൂടുതൽ എങ്ങനെ തോക്കും?